സദാസമയം രാമമന്ത്രങ്ങൾ ഉരുവിടുന്ന ബി.ജെ.പിക്ക് അയോധ്യയുടെ ടിക്കറ്റിൽ യു.പിയിൽ ഇരിപ്പുറപ്പിക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. ഇത്തവണത്തെ അവരുടെ ആയുധം മധുരയാണ്. ബി.ജെ.പി മുക്ത സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഇരട്ടി സഹായങ്ങളും സ്ഥാനവും നൽകി യു.പിയെ ബി.ജെ.പി അടിമകളാക്കി മാറ്റി. ഉത്തർപ്രദേശിൽപ്പെട്ട 26 മണ്ഡലങ്ങളിൽ 2019 നേടിയ മേൽക്കൈ ഉയർത്തുവാനുള്ള പരിശ്രമത്തിലാണ് ബി.ജെ.പി. അധികാരാർത്ഥിക്ക് വേണ്ടി അവിടെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. രാമക്ഷേത്രവും പടിഞ്ഞാറൻ യു.പിയിലെ കർഷകരേറെയുള്ള ജാട്ട് മേഖലയിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിനോടുള്ള വൈകാരിക ആവേശം മുതലെടുക്കുവാനായി ചരൺ സിംഗിന് ഭാരതരത്ന സമ്മാനിച്ചും അതിലൂടെ അദ്ദേഹത്തിന്റെ പേരമകൻ നയിക്കുന്ന രാഷ്ട്രീയ ലോക്ദളിനെ തങ്ങളുടെ പാളയത്തിലെത്തിച്ചും ബി.ജെ.പി കളിക്കുന്ന നാടകം യു.പിയിൽ ഏൽക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു ഭീഷണിയായി വളർന്നു വരുന്നുണ്ട്. പടിഞ്ഞാറൻ യു.പിയിൽ ബി.ജെ.പിക്ക് അപ്രതീക്ഷിത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പല മണ്ഡലങ്ങളിലും രാജ്പുത് അടക്കമുള്ള മേൽജാതി സമൂഹം. രാജ്പുത് സൈനി ത്യാഗി സമുദായങ്ങളാണ് ബി.ജെ.പി അവഗണിച്ചതിൽ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ച് ബി.ജെ.പിയെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഗാസിയാബാദിൽ ജനറൽ വി.കെ. സിംഗിനെ തഴഞ്ഞ് അതുൽ കുമാർ ഗാർഗിനെ രംഗത്തിറക്കിയത് ഇവരെ പ്രകോപിപ്പിച്ച ഘടകങ്ങളിൽ ഒന്നാണ്. ത്യാഗി സൈനി വിഭാഗങ്ങളും പല മേഖലകളിലും ബി.ജെ.പി വിരുദ്ധ പഞ്ചായത്തുകൾ സംഘടിപ്പിച്ചു വരുന്നത് ഹിന്ദു ഏകീകരണത്തിന് വിഘാതമാകുമോ എന്ന ആശങ്കയും ബി.ജെ.പിയിൽ ഉയർത്തുന്നുണ്ട്. മൊറദാബാദിൽ മാത്രമായി ഇക്കുറി രാജ്പുത് വിഭാഗത്തിന് ബി.ജെ.പി പരിഗണന നൽകിയിരിക്കുന്നത്. സഹരൻപൂരിൽ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട രാഘവ് ലംഘൻപാലയാണ് സ്ഥാനാർത്ഥിയെങ്കിലും രാജ്പുത്തുകൾക്ക് പരസ്യ പ്രതിഷേധം നടത്തിയത് ബി.ജെ.പി ക്യാമ്പിനെ ഞെട്ടിച്ചു. 3 പതിറ്റാണ്ടിലേറെയായി മേനകാ ഗാന്ധിയെയും വരുൺ ഗാന്ധിയെയും മാറി മാറി വിജയിപ്പിച്ച പിലീഭിത്തിൽ വരുൺ ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയാണ്. സംസ്ഥാന മന്ത്രിയും മുൻ കോൺഗ്രസ് നേതാവ് ജിതേന്ദ്ര പ്രസാദയുടെ മകനുമായ ജിതിൻ പ്രസാദയാണ് ഇവിടെ ബി.ജെ.പി സ്ഥാനാർത്ഥി. മുസ്ലിം വോട്ട് ബാങ്ക് ഭിന്നിക്കുകയും മോദി വലയത്തിൽ വോട്ടർമാർ വീഴുകയും ചെയ്യുന്നതിലൂടെ വിജയിക്കാമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ദളിതർക്കും മുസ്ലിങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കോൺഗ്രസ് എസ്.പി സ്ഥാനാർത്ഥി വിഭജനം മേൽജാതിക്കാർ മാത്രം കൈയാളാക്കി വെക്കുന്ന ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയായി. ചുരുക്കി പറഞ്ഞാൽ, ഇത്രയും കാലം ഈസിയായി കടന്ന യു.പി പാലം ഇത്തവണ ബി.ജെ.പിക്ക് ബാലികേറാമലയാകുമെന്നുറപ്പ്.